ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായൊരു വിധി ഇന്ന് വന്നിരിക്കുന്നു. കേരള ബാങ്കിനെതിരായി UDF കൊടുത്ത പരാതി തള്ളിക്കൊണ്ടും ഒപ്പം റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധികൾ കൊടുത്ത കേസിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുമാണ് സുപ്രധാനമായ വിധി ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് എടുത്ത എല്ലാ നിയമപരമായ നടപടികളും സാധൂകരിക്കുന്നതും ഒപ്പം അമാൽഗമേഷനെ പൂർണ്ണമായി അംഗീകരിക്കുന്നതുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇന്നത്തെ വിധി. ഇത് സംബന്ധിച്ച് നേരത്തെ UDFൻ്റെ നേതൃത്വത്തിൽ സിംഗിൾ ബെഞ്ചിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അമാൽഗമേഷനെതിരായി. സിംഗിൾ ബെഞ്ച് ഈ കാര്യം വളരെ വ്യക്തമായി പരിശോധിച്ച് അവരുടെ ഹർജി തള്ളിക്കൊണ്ടും ഗവൺമെൻറ് നിലപാടുകൾ സ്ഥിരീകരിച്ചുകൊണ്ടും അന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനെതിരായിട്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയിട്ടുള്ളത്. ഈ അപ്പീൽ പോകുമ്പോൾ ഉണ്ടായ ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അതിന് കക്ഷി ചേരുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് നടപടിക്കെതിരായി സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്ത ഒരു നീക്കമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരത്തെ ഇതേ വിഷയത്തിൽ തന്നെ കമൻ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട്. മുമ്പ് ഞങ്ങൾ ഈ കേരള ബാങ്ക് രൂപീകരണ സമയത്തേക്ക് എടുത്ത നിലപാടുകളും അതിലെ 2/3 മജോറിറ്റിയുടെ പ്രശ്നമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സിംഗിൾ ബെഞ്ചിൽ മുമ്പാകെ, ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ, സുപ്രീം കോടതി മുമ്പാകെ മലപ്പുറം ജില്ലാ ബാങ്ക് പ്രസിഡന്റും UDFൻ്റെ നേതാക്കന്മാരും കേസ് ഫയൽ ചെയ്തിരുന്നു. അന്ന് 32 ഹർജികളായിരുന്നു വന്നിരുന്നത്. ആ ഹർജികളെല്ലാം അന്ന് തള്ളിക്കൊണ്ട് ഏറ്റവും അവസാനം സുപ്രീം കോടതി താഴെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ താഴെ കോടതിയെ സമീപിക്കാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ലയനത്തിന് ശേഷമുള്ള രണ്ടാം ഘട്ടത്തിലെ ഈ കേസുമായി സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പാകെയും അത് തള്ളിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെയും വന്ന് വീണ്ടും UDFന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ 48 പേജുള്ള വിധിന്യായം പ്രധാനമായും പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ് എടുത്ത എല്ലാ നിലപാടുകളും ശരിവെച്ചുകൊണ്ടും റിസർവ് ബാങ്ക് ഈ കാര്യത്തിൽ മുമ്പ് ഈ 13 ബാങ്കിൻ്റെ കൂടെ ഈ ഒരു ബാങ്ക് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം നൽകിയിരുന്നത് എന്തുകൊണ്ട് ഇപ്പം മാറ്റി പറഞ്ഞു എന്ന ചോദ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്, അതിലെ നിയമപരമായ നീക്കങ്ങൾ എല്ലാം സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. ഏറെ സ്വാഗതാർഹമായൊരു വിധിയാണ്. കോടതിയെ സംബന്ധിച്ചോളം ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ നീതി ഉറപ്പാക്കി തന്നിരിക്കുന്നു. അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യമാണെന്ന് സൂചിപ്പിക്കുക. അത് റിസർവ് ബാങ്കിന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. റിസർവ് ബാങ്കിൻ്റെ കാര്യം എടുത്ത് സൂചിപ്പിച്ചിരിക്കുകയാണ് കോടതി. അതിന് മനസ്സിലാക്കേണ്ടത്, മുമ്പ് മലപ്പുറം ജില്ലാ ബാങ്ക് മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തിരുന്ന റിസർവ് ബാങ്ക് ഇപ്പോൾ അമാൽഗമേഷൻ കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോൾ ഈ കാര്യത്തിൽ പുതിയ അഫിഡവിറ്റ് കൊടുക്കുകയും കക്ഷി ചേരുകയും ചെയ്തിരിക്കുന്നു, ഇതിനെ എതിർത്തുകൊണ്ട്. അപ്പോൾ കോടതി ചോദിച്ചവരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് ഇത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ മാറ്റം വന്നിരിക്കുന്നത്? അതിന് ന്യായമായ സമാധാനം റിസർവ് ബാങ്കിന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് മാത്രമല്ല, മറ്റ് കേരളത്തിലെ 13 ജില്ലാ ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് കൊടുത്ത ലൈസൻസ് നിങ്ങൾ വിത്ഡ്രോ ചെയ്യുന്നില്ല, അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തിൽ പറയുന്ന കാര്യത്തിൽ അടിസ്ഥാനമില്ല എന്ന രൂപത്തിലേക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട്. നിശ്ചയമായും അത് നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പറയുന്നില്ല. മലപ്പുറം ജില്ലാ ബാങ്കിൽ അതിൻ്റെ ഭരണസമിതി നടത്തിയിട്ടുള്ള തെറ്റായ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം കേരള ബാങ്ക് വന്നതോടുകൂടി പരിശോധിക്കുകയും ചിലതെല്ലാം കണ്ടെത്തുകയും ചിലതിനിയും നടപടി വേണ്ടി വരികയും റിപ്പോർട്ട് പൂർണ്ണമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു ബാങ്ക് ഭരണസമിതി ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ ആ ബാങ്കിൻ്റെ ഭരണസാരഥ്യം ഭരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ സർഫാസി ആക്ടിന് ഒരു കമ്പനി തന്നെ രൂപീകരിച്ച് ബന്ധുക്കളെ മാത്രം ഉൾപ്പെടുത്തി അതിൻ്റെ സർഫാസി ആക്ട് നടപ്പാക്കിക്കൊണ്ടിരുന്നൊരു ശൈലിയും അതിൽ ഹ്യൂജ് എമൗണ്ട് അവർ പറ്റിയതായും ഒക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പിന്നീട് വന്നു കഴിയുമ്പോൾ ഞാൻ വാർത്താ സമ്മേളനത്തിൽ പറയും. അതുകൊണ്ട് അങ്ങനെ അവർക്ക് പലതും മറച്ചു പിടിക്കാനുള്ളത് കൊണ്ടും ഒപ്പം അവിടുത്തെ സഹകാരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട സഹകാരികളെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവരെ കൂടി കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചിട്ടാണ് ഈ പണി അവർ UDF നേതൃത്വം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ നീക്കത്തിനെതിരെ കൂടി കിട്ടിയിട്ടുള്ളൊരു പ്രഹരമാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ സഹകാരികളോട് ഈ കേസുമായി പോയവർ മാപ്പ് പറയേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുക.